ബുദ്ധിയെ തകർത്ത് കളയുന്ന ലഹരി എന്ന് പറയുന്ന മാരകമായ വിപത്ത് ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ലഹരിക്കെതിരെയുള്ള ഉജ്ജ്വലമായ പോരാട്ടമായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നടത്തേണ്ടത്. റമദാനിൽ പോലും ലഹരി കേസുകളിലും പീഡന കേസുകളിലും പിടിക്കപ്പെടുന്ന മുസ്ലിം നാമധാരികൾ മുസ്ലിം ഉമ്മത്തിന് അപമാനമാണ്. അവർ മുസ്ലിം ഉമ്മത്തിന് അപമാനമാണ്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വളരെ കർശനമായി ഈ ലഹരിയെ വിഭാടനം ചെയ്തിട്ടുണ്ട്, ഇത് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം ലഹരിയെയും ചൂതാട്ടത്തെയും വ്യഭിചാരത്തെയും എതിർത്ത് ഹറാമാക്കിയ മതമാണ് നമ്മുടെ മതം എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ലഹരിയുടെ പിടുത്തത്തിൽപ്പെട്ടുകൊണ്ട് സ്വന്തം ഉമ്മയാരാണെന്ന് തിരിച്ചറിയാതെ, സ്വന്തം വാപ്പയാരാണെന്ന് തിരിച്ചറിയാതെ, അവന്റെ ബുദ്ധി നേരാവണ്ണം നിൽക്കാതെ സ്വന്തം പെങ്ങളെയും അനുജനെയും ഉമ്മയെയും ഉപ്പയെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്റെ കത്തുകൊണ്ട് ഇരയാക്കി കളയുന്ന മാരകമായ വിപത്ത്, ആ വിപത്തിനെതിരെ പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചൂതാട്ടത്തെ കുറിച്ച്, മൈസറിനെ കുറിച്ച് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഖംറിനെ കുറിച്ച്, കല്ലിനെ കുറിച്ച്, മദ്യത്തെ കുറിച്ച്, ലഹരിയെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും വലിയ പാതകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അത് ഏറ്റവും വലിയ പാതകമാണ്. അതിന് ചില ആളുകൾ എന്തെങ്കിലും ഉപകാരമുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ ഉപകാരത്തെക്കാൾ മുന്തി നിൽക്കുന്നത് ആ ഉപകാരത്തെക്കാൾ മുന്തി നിൽക്കുന്നത് പാപമാണ്. ആ ലഹരി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളായ ആളുകളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ്, നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. നിങ്ങളോട് നിരോധിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്തിറക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു അൽ ഖംർ, മദ്യം നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു, വൽ മൈസിർ, ചൂതാട്ടം നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു, വൽ അൻസാബ്, പ്രശ്നം വെച്ച് നോക്കുന്ന പ്രശ്നക്കോലുകളും, വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, അതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ നീചമായ അഥവാ ശൈത്താന്റെ റിജ്സായ ചീത്തയായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നില്ലയോ? അങ്ങനെ നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ മദ്യത്തിനെതിരെ 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആളുകൾ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള അപമാനം ഈ ദീനിനും ഈ മതത്തിനും നൽകുന്നവർ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒറ്റകാലം മുന്നോട്ട് വെക്കാതെ ചോദ്യത്തെ നേരിടേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമേ. നിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ അവബോധം അവർക്ക് നൽകണമേ എന്ന് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലഹരി കൂടിയതും ഹറാമാണ്, ലഹരി കുറഞ്ഞതും ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസ്തര കസീറുഹു ഫഖലീലുഹു ഹറാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം. മദ്യം എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്, അത് കുറച്ചാണെങ്കിലും അതുപോലെ തന്നെ അത് കൂടുതലാണെങ്കിലും ശരി, ഹറാം, അത് ഹറാമാണ്. അല്ലാഹു ഒരു കാര്യം ഹറാമാക്കുന്നത് റബ്ബിന് ഇഷ്ടമില്ലാത്തതാണത്, അല്ലാഹുവിന്റെ കോപത്തെ വിളിച്ചു വരുത്തുന്നതാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, സ്വർഗ്ഗത്തിലേക്ക് അവന് ടിക്കറ്റ് ലഭിക്കുകയില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യദ്ഖുലുൽ ജന്നത വലാ മുദ്മിനു ഖംറിൻ, ആരെങ്കിലും മദ്യപാനിയായിക്കൊണ്ട് മരിച്ചു പോവുകയും അല്ലാഹുവിന്റെ പരലോകത്ത് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്താൽ വലാ മുദ്മിനു ഖംർ, അങ്ങനെ കുടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലാ യദ്ഖുലുൽ ജന്ന, അവന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഇന്ന് ഈദിന്റെ സുദിനത്തിൽ ഈ പ്രസംഗം, ഈ ഖുത്ബ കഴിഞ്ഞ ഉടനെ ലഹരി വിരുദ്ധമായ ആ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മാരകമായ യുഗത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, മുസ്ലിം ലോകം ഇന്ന് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാല് ഭാഗത്തു നിന്നും ഈ ഉമ്മത്തിനെ കൊത്തിവലിക്കാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കാലത്തും വിശ്വാസികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഈമാൻ നിലനിർത്തിക്കൊണ്ട്, തൗഹീദ് നിലനിർത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സമുദായം. ഈ സമുദായത്തെ പരാജയപ്പെടുത്തുവാനോ, ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യുവാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിമീങ്ങളുടെ സ്വഭാവമാണ് പറയുന്നത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, നിങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖൗഫ് കൊണ്ട്, ഭയാനകത കൊണ്ട് നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കും. വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, അതുപോലെ തന്നെ പട്ടിണി കൊണ്ട് പരീക്ഷിച്ചേക്കാം, അതുപോലെ ധനനഷ്ടം കൊണ്ട് പരീക്ഷിച്ചേക്കാം, അതുപോലെ തന്നെ ദേഹോപദ്രവങ്ങൾ കൊണ്ട് പരീക്ഷിച്ചേക്കാം. വബശ്ശിരിസ് സ്വാബിരീൻ, അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക്, സബർ പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സന്തോഷ വാർത്തയുണ്ട്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഒരു മുസ്ലിമിന്റെ മുസീബത്ത് ബാധിച്ചാൽ, ഒരു മുസീബത്ത് ഒരു മുഅ്മിനെ ബാധിച്ചാൽ അവൻ പറയും, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നാണ്, അല്ലാഹുവിലേക്ക് ഞങ്ങൾ ഇതിനെ മടക്കുന്നു എന്ന് പറയുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികൾ, അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ പല പ്രയാസങ്ങളും ആരോപണങ്ങളും അനുഭവിക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ സബർ പാലിക്കുക, അതിൽ നാം ക്ഷമ കൈക്കൊള്ളുക, പ്രകോപനങ്ങളിൽ വീഴാതിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹുവിന്റെ സഹായം വേണമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും, അതാണ് നാം ബദറിൽ കണ്ടത്. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇൻ തൻസുറുല്ലാഹ, അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, യൻസുറുകും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ, വയുസബ്ബിത് അഖ്ദാമകും, അല്ലാഹു നിങ്ങളുടെ കാലുകളെ സുബൂത്തായി ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ബദറിൽ കണ്ടത്. ബദറിന്റെ ചരിത്രത്തിൽ നിന്നാണ്, ആ ചരിത്രത്തിൽ അതാണ് നമുക്ക് പാഠമുള്ളത്. പണത്തിനും ദുനിയാവിനും വേണ്ടി ജീവിച്ചാൽ മുസ്ലിമുകൾക്ക് പ്രതാപം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം കരുണയുള്ളവരാകണം. അന്യമതവിദ്വേഷം കലർത്തിക്കൊണ്ട് ആ രൂപത്തിലുള്ള വർഗീയതക്കും വിഭാഗീയതക്കും ഭീകരവാദത്തിനും അത്തരത്തിലുള്ള എല്ലാ അക്രമങ്ങൾക്കും ഈ പ്രസ്ഥാനമെതിരാണ്, ഇസ്ലാമെതിരാണ്, മുസ്ലിമീങ്ങളെതിരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം കബീലകളാക്കിയത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗോത്രങ്ങളാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഏറ്റവും ആ രൂപത്തിലുള്ള ആദരിക്കപ്പെടുന്ന ആളുകൾ അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈദിന്റെ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ, ഈദ് എന്ന് പറയുന്നത് അല്ലാഹു സന്തോഷിക്കുന്നതോടൊപ്പം ആഹ്ലാദിക്കുന്നതോടൊപ്പം അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ മുറിച്ചു കടക്കാതെയുള്ള ആഘോഷങ്ങൾ നടത്തുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ